പ്രിയമുള്ളവരെ, ഇത് കണ്ടോ, ഇത് ഇറ്റാലിയൻ തേനീച്ചയാണ്. ഇത് വളരെയധികം തേൻ ലഭിക്കുന്നതാണ്. ഏകദേശം ഒരു പെട്ടിയിൽ നിന്ന് 80 കിലോ വരെ തേൻ ലഭിക്കും. അതിൽ കൂടെ ലഭിക്കും. നല്ല സൂര്യകാന്തി തോട്ടവും ഒക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണം. മൈഗ്രേഷൻ ചെയ്യണം. അപ്പോൾ തേനീച്ച കൂട് വെക്കുമ്പോൾ ഉണ്ടോ, അതിനകത്ത് മുകളിൽ ഒരു ചാക്ക് ഇങ്ങനെ ഇട്ടുകയാണ് നല്ലതാണ്. തേനീച്ചകൾ മുകളിലോട്ട് ഇരിക്കുക, അത് അവിടെ തന്നെ ആ ഫ്രെയിമിൽ തന്നെ ഇരിക്കും. അപ്പോൾ അത് എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് തേനീച്ചകൾ എടുക്കുന്നത്. ഇറ്റാലിയൻ ഫ്രെയിമാണ്. ഇത് വലിയ വലുപ്പമുള്ള, സാധാരണ ഫ്രെയിമിൻ്റെ ഒരു 4 ഇരട്ടി വലുപ്പമുണ്ട് ഇറ്റാലിയൻ തേനീച്ചയുടെ ഫ്രെയിം. കണ്ടോ, ഈച്ചകൾ അതുപോലുണ്ട്, തേൻ അതുപോലെ ലഭിക്കും. ഓക്കെ, കണ്ടല്ലോ കണ്ടല്ലോ കണ്ടോ, വളരെ സാവകാശം എടുത്ത് നോക്കുന്നുണ്ടോ. വൻപൻ ഫ്രെയിമാണ്. അതിന് കമ്പിയോട് കെട്ടുന്ന ഇടയ്ക്ക് കമ്പി കെട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതാണ്. തേനീച്ചകളിൽ നിന്ന് കമ്പി കെട്ടുന്നത്. കമ്പി കെട്ടിയില്ലെങ്കിൽ സാധാരണ ഈ നമ്മുടെ ഈ എപ്പിസോഡാൻ ഇന്ത്യക്കൊക്കെ ആണെങ്കിൽ കമ്പി കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയും. കമ്പി കെട്ടിയിട്ട് ഒന്ന് നിൽക്കും. പക്ഷേ ഇതിന് കമ്പി കെട്ട് തന്നെ വേണം. കമ്പി കെട്ടിയാൽ ഇച്ചിരി ഉറപ്പാണ്. അപ്പം അത് ചെറിയ ഇതിനാണെങ്കിൽ നല്ല മുഴുത്ത ഫ്രെയിമാണ്. നമുക്ക് കമ്പി കെട്ടാനുള്ള എളുപ്പമുണ്ട്. ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കിയാൽ മതി. കമ്പി കെട്ടാനുള്ള വീഡിയോ കാണുമ്പോൾ ഇത് പിടി കിട്ടും. നമ്മുടെ തേനീച്ചകൾ കണ്ടല്ലോ, നല്ല ഇണക്കമുള്ള തേനീച്ചകളാണ്. ശാന്തരാണ് ഇവരുടെ സ്വഭാവം. സാധാരണ നമ്മുടെ ഈ കരിഞ്ഞൊടിയിൽ പോലെയോ അല്ലെങ്കിൽ മറ്റ് ഈച്ചകളെ പോലെ ചാടി കുത്തുന്നതല്ല. വലിയ വലിപ്പമുണ്ട്. അതുപോലെ തേനും വെക്കും. കണ്ടോ ഇതിൻ്റെ അകത്ത് മടിയന്മാർ വളരെ കുറവാണ്. മടിയന്മാരുണ്ട്. മടിയന്മാരെ ഏറ്റവും ലാസ്റ്റ് മടിയന്മാരെ വട്ടത്തിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. മടിയന്മാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തേനീച്ചയെ സുഖമായിട്ട് പിരിക്കാൻ പറ്റുള്ളൂ, അല്ലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ. അവർക്ക് അത് എണ്ണ ചേരുവാനായിട്ടുള്ള മടിയന്മാർ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ആണീച്ചകൾ എന്ന് പറയാം, അല്ലേ. മടിയന്മാരെന്ന് പറയാൻ പാടില്ല, ആണീച്ചകൾ. ഓക്കെ, ആണീച്ചകളും ഇത് കൂട്ടിൽ വേണം. അപ്പോൾ അതിനെ നശിപ്പിച്ച് കളയാൻ പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടോ, ഓരോന്നും വേണ്ട 8 ഫ്രെയിമിലും തേനീച്ചകളുണ്ട്. ഇങ്ങനെ തേനീച്ചകളെ നമുക്ക് ഇവിടെ ഈ കേരളത്തിൽ വളർത്താവുന്നതാണ്. ഈ ഇറ്റാലിയൻ തേനീച്ചകളെ ആവശ്യമുള്ളവരെന്ന് ഈ വീഡിയോയുടെ അടിയിൽ ആ കമൻസിൽ ഒന്ന് കമൻറ്റ് എഴുതിയാൽ മതി. തേനീച്ച വേണം, ഫോൺ നമ്പർ പറഞ്ഞാൽ ഞാൻ ഇട്ട് തരാം. അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇറ്റാലിയൻ തേനീച്ച വളർത്താം കേട്ടോ. 1-2 തേനീച്ചകൾ ഒത്തിരി മേടിച്ച് തരും. 2 പെട്ടിയിലും വളർത്തി നോക്കുക എന്നുണ്ടോ. അപ്പം അല്പം ഫീഡിങ് ഇപ്പം കൊടുക്കുന്നുണ്ട്. നമ്മൾ തേനീച്ച കൊടുന്നേ ഉള്ളൂ കണ്ണൂർ സൈഡിൽ നിന്ന്. അതുകൊണ്ട് അല്പം ഫീഡിങ്ങോട് കൊടുത്താണ് അവരെ നിലനിർത്തുന്നത്. അത് തേൻ തന്നെയാണ് കൊടുക്കുന്നത്, ശുദ്ധമായ തേൻ ഉണ്ട്. അത് ഒരു നമ്മുടെ ചാക്ക് കൊണ്ട് അടച്ച് വെക്കുന്നു, തണുപ്പ് കിട്ടാൻ വേണ്ടി. അതിന് മുകളിലോട്ട് പലകേട് വെക്കുന്നു. അപ്പോൾ അവിടെ അങ്ങ് ഇരുന്നോളും. നല്ലപോലെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഈച്ചകൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പൂമ്പൊടിയും അതുപോലെ തേനും കൊട്ടുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്നതാണ്. ഉണ്ടോ, 90 ഇഷ്ടംപോലെ നമുക്ക് ഈ ഇറ്റാലിയൻ തേനീച്ച വളർത്തിക്കൊണ്ടിരുന്നു. ഇറ്റാലിയൻ തേനീച്ച ഒരു തരംഗമായി മാറും. കണ്ടോ ഈ നാടൻ തേനീച്ചയ്ക്ക് നമുക്ക് സാധാരണ 7 കിലോ അല്ലെങ്കിൽ 15 കിലോ ഇതുണ്ട്. അവിടെയാണ് മടിയന്മാരെ കണ്ടു. ഇവിടെ മടിയന്മാരുണ്ട്. ആ വട്ടത്തിന് ഈ ചുമല കാണുന്ന മടിയനാണ്. ആണീച്ചയാണ്. ഓക്കെ.